കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിലെത്തി മോഷണം നടത്താൻ ശ്രമിച്ചവർ കൊടും ക്രിമിനലുകളെന്ന് പോലീസ്. വൻ ATM കൊള്ളയാണ് ലക്ഷ്യമിട്ടതെന്ന് ഉത്തരേന്ത്യൻ സംഘം ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ ഹനീഫ് 15ഓളം കേസുകളിൽ പ്രതിയാണ്. ATM തകർന്ന് പണം കൊള്ളയടിക്കൽ, വീട് തകർത്ത് മോഷണം തുടങ്ങിയ കേസുകളാണ് ഹനീഫിന്റെ പേരിലുള്ളത്. ഹരിയാന സ്വദേശികളായ നസീർ അഹമ്മദ് അമീനും സുധമിയാസും 10ഓളം കേസുകളിൽ പ്രതികളാണ്. ATM തകർത്ത് പണം കൈക്കലാക്കുകയായിരുന്നു ഉത്തരേന്ത്യൻ സംഘത്തിന്റെ ലക്ഷ്യം. ഹരിയാന മേവത്ത് സ്വദേശി നാസിർ അഹമ്മദ് ആമൻ, ഹരിയാന നൂഹ് സ്വദേശി സുധം ഇയാസ്, രാജസ്ഥാൻ കമൻ ഭരത്പൂർ സ്വദേശി സൈക്കുൾ ഹനീഫ് എന്നിവരാണ് മോഷണ പദ്ധതിയുമായി എത്തി പോലീസ് പിടിയിലായത്. പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽപാളി ഇളക്കി ചാടിപ്പോയ സൈക്കുളിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കുഫോസ് ക്യാമ്പസിന് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ ഒളിച്ച പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. മുഴുവൻ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം തമിഴ്നാട് പോലീസിന് കൈമാറാനാണ് കേരള പോലീസിന്റെ തീരുമാനം. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് കാറ് മോഷ്ടിച്ച സംഘം കണ്ടെയ്നറുമായി കൊച്ചിയിലേക്ക് കടന്നിട്ടുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസാണ് കേരളത്തിന് കൈമാറിയത്. രഹസ്യ വിവരത്തെ തുടർന്നുള്ള നീക്കത്തിലാണ് കവർച്ചാ സംഘം കേരള പോലീസിന്റെ വലയിലായത്. കഴിഞ്ഞ ദിവസം നെട്ടൂർ ഷൺമുഖപുരം ക്ഷേത്രത്തിൽ കവർച്ച നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന 3 പേരെയും ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലെത്തിച്ചതിന് പിന്നാലെയാണ് സൈക്കുൾ ചാടിപ്പോയതും വീണ്ടും പിടിയിലാകുന്നതും. കൂടുതൽ ജാഗ്രത പുലർത്തിയ പോലീസ് കണ്ടെയ്നർ കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചു. AC-യും അനുബന്ധ സാധനങ്ങളും മാത്രമാണ് ആദ്യഘട്ട പരിശോധനയിൽ കണ്ടതെങ്കിലും പിന്നീട് ഗ്യാസ് കട്ടർ അടക്കം പോലീസ് കണ്ടെത്തി. കർണാടകയിൽ നിന്ന് മോഷ്ടിച്ച കണ്ടെയ്നർ ലോറിയുമായാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൗകര്യപ്രദമായ ഒരു ATM കണ്ടെത്തണം, കൊള്ളയടിക്കണം, അതായിരുന്നു പ്ലാന്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ പോലീസ് പിന്തുടരുന്നതറിഞ്ഞ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് സേലം ബംഗളൂരു ദേശീയപാതയിൽ ഉപേക്ഷിച്ചു. പിന്നീട് ടോൾ പ്ലാസകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലോറിയുമായി സംഘം കേരളത്തിലേക്ക് കടന്നെന്ന വിവരം ലഭിക്കുന്നതും വിവരങ്ങൾ കേരള പോലീസിന് രഹസ്യമായി കൈമാറുന്നതും. 10ഓളം കേസുകളിൽ പ്രതികളായ 3 കൊടും ക്രിമിനലുകളെന്ന് ഇതിനോടകം കേരള തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.